ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. നമ്മുടെ പുരാണ ചരിത്രത്തിലെ പരമോന്നത ദേവതകളിൽ ഒരാളായാണ് ഗണപതി ഭഗവാനെ കണക്കാക്കുന്നത്. ഗണപതി ഭഗവാന്റെ ഫലപ്രദമായ രൂപങ്ങളിലൊന്നാണ് തരുണ ഗണപതി. അതായത് ഗണപതി ഭഗവാനെ 32 രൂപങ്ങളാണുള്ളത്. അതിൽ രണ്ടാമത്തെ രൂപമാണ് തരുണ ഗണപതി എന്നറിയപ്പെടുന്നത്. വളരെ കരുണാർദ്രമായ മുഖത്തോടെയാണ് ഭഗവാന്റെ ആ ഒരു ദിവ്യ മുഖം നമുക്ക് ദർശിക്കാൻ സാധിക്കുക. ഉദിച്ചുയർന്നു വരുന്ന സൂര്യഭഗവാന്റെ നിറമാണ് തരുണ ഗണപതിക്കുള്ളത്. അതുപോലെ തന്നെ 8 ഭുജങ്ങളുമുള്ള ശക്തനായ ഗണപതിയുടെ ഒരു യുവ പ്രതിനിധാനമാണ് തരുണ ഗണപതി. ഗണേശൻ്റെ ഈ ഒരു രൂപം നമുക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വളരെ നല്ലതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. 8 കൈകളോട് കൂടിയ ഭഗവാൻ ഒരു കൈയിൽ കുരുക്കും മറുകൈയിൽ ആട്, കായ, സ്വർണ്ണ ആപ്പിൾ, നെല്ല്, ഒടിഞ്ഞ കൊമ്പ്, മോദകം, കരിമ്പ് എന്നിങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരു രൂപത്തിലാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. തരുണ ഗണപതിയുടെ ശരീരത്തിൻ്റെ നിറം എന്ന് പറയുന്നത് മധ്യാഹ്ന സൂര്യൻ്റേതാണ്. അത്രത്തോളം ചുവപ്പ് കലർന്ന മധ്യാഹ്ന സൂര്യൻ്റെ നിറം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഭയങ്കര ചുവപ്പ് നിറത്തിലായിരിക്കും മധ്യാഹ്ന സൂര്യൻ ഉണ്ടാവുക. ആ ഒരു നിറത്തിലാണ് തരുണ ഗണപതിയുടെ നിറം എന്ന് പറയുന്നത്. ഭഗവാൻ ശിവപാർവതി ദേവിമാരുടെ മകനായാണ് ഗണപതി ഭഗവാന്റെ ജനനം. തടസ്സങ്ങൾ നീക്കുന്നവനായും വിജയത്തിൻ്റെ മുന്നോടിയായും അദ്ദേഹത്തെ വാഴ്ത്തപ്പെടുന്നു. അതുപോലെ തന്നെ എല്ലാ ഭക്തജനങ്ങളും വളരെയധികം ഇഷ്ടത്തോടെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് ഒരു ഭഗവാനാണ് ഗണപതി ഭഗവാൻ. അദ്ദേഹത്തിൻ്റെ ആനയുടെ മുഖമാണുള്ളത്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ തലയുമുള്ള ആദിമ രൂപവുമുണ്ട്. ശക്തിയുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ് ഗണപതി ഭഗവാൻ. അതുകൊണ്ട് തന്നെ ഏതൊരു മംഗളകർമ്മം ആരംഭിക്കുന്നതിന് മുന്നോടിയായി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടുന്നത് ഹൈന്ദവർക്കിടയിൽ ഒരാചാരമായി തന്നെ കണക്കാക്കപ്പെടുന്നു. ഗണപതി ആരാധന വളരെ പുരാതന കാലം മുതൽ തന്നെ ചെയ്തു വരുന്ന ഒന്നാണ്. ഗണപതി ഭഗവാന്റെ 32 രൂപങ്ങളിൽ ഒന്നാണ് തരുണ ഗണപതി. അതായത് 32 രൂപങ്ങളിൽ രണ്ടാമത്തെ രൂപമായാണ് തരുണ ഗണപതിയെ ചിത്രീകരിക്കുന്നത്. വളരെ കരുണാർദ്രമായ മുഖത്തോടെയാണ് തരുണ ഗണപതിയെ ചിത്രീകരിച്ചിട്ടുള്ളത്. ഗണേശന്റെ ഈ ഒരു രൂപം നമ്മുടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായപ്പെടുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അത്യുത്തമമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ രൂപത്തിലുള്ള ഗണപതിക്ക് 8 കൈകളുണ്ട്. കൈകളിൽ കുരുക്ക്, ആട്, കായ, സ്വർണ്ണ ആപ്പിൾ, നെല്ല്, ഒടിഞ്ഞ കൊമ്പ്, മോദകം, കരിമ്പ് എന്നിവ പിടിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഗണപതിയുടെ ശരീരത്തിൻ്റെ നിറം എന്ന് പറയുന്നത് മധ്യാഹ്ന സൂര്യൻ്റേതാണ്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണ യൗവനത്തിൻ്റെയും അതുപോലെ തന്നെ ആഹ്ലാദത്തിൻ്റെയും പ്രതീകപ്പെടുത്തുന്ന നിറമാണ് ഗണപതി ഭഗവാനുള്ളത്. അദ്ദേഹത്തിൻ്റെ കൈകളിലുള്ള 8 ആയുധങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യവും അർത്ഥവുമുണ്ട്. ഒടിഞ്ഞ കൊമ്പാണ് ഒരു കയ്യിൽ പിടിച്ചിരിക്കുന്നത്. അത് സൂചിപ്പിക്കുന്നത് നമ്മളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിബന്ധങ്ങളെല്ലാം അതിജീവിച്ച് ജ്ഞാനം നേടുന്നതിനും ആവശ്യമായ ത്യാഗത്തെയും സമർപ്പണത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നെല്ലിൻ്റെ ഒരു പ്രതിനിധാനം എന്ന് പറയുന്നത് കാർഷിക സമൃദ്ധിയും ജീവിതത്തിലുടനീളം അഭിവൃദ്ധിയും ഭക്തജനങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു രൂപമാണ് തരുണ ഗണപതിയുടേത്. അതുകൊണ്ട് തന്നെ തരുണ ഗണപതിയുടെ യൗവന രൂപം യൗവനം, ഊർജം, ഉത്സാഹം, കഴിവ് എന്നിവയാൽ സവിശേഷമായ ജീവിതത്തിൻ്റെ വിലപ്പെട്ട ഒരു ഘട്ടമാണെന്നുള്ള ഓർമ്മപ്പെടുത്തലും കൂടിയാണ്.
അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഗണപതി രൂപങ്ങളിൽ നിന്നൊക്കെ ഒരു വിഭിന്നമായിട്ടുള്ള ഒരു രൂപമാണ് തരുണ ഗണപതി ഭഗവാന്റേത്. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ശിവഗണങ്ങളുടെ നായകനായാണ് വിഘ്നേശ്വരനെ നമ്മൾ കണക്കാക്കുന്നത്. വിഘ്നങ്ങൾ അകറ്റുന്ന ഗണപതി വിഘ്നേശ്വരനാണ് എന്നാണ് നമ്മുടെ വിശ്വാസം. അറിവിൻ്റെ അധിഷ്ഠാന ദേവതയായും ഗണപതിയെ വിശേഷിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്ക് നമ്മൾ വിദ്യാരംഭ സമയത്ത്, അതായത് അവർക്ക് ആദ്യമായി അറിവ് അല്ലെങ്കിൽ വിദ്യ പകർന്നു കൊടുക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ ആദ്യം വിദ്യാരംഭം കുറിക്കുന്നതിന് മുൻപായി നമ്മൾ എഴുതി കൊടുക്കുന്നത് ഹരിശ്രീ ഗണപതയേ നമ എന്നാണ്. അതുകൊണ്ട് തന്നെ വിഘ്നേശ്വരനായ ഗണപതിക്ക് ഒരു രൂപം മാത്രമല്ല ഉള്ളത്. ഭക്തി സംരക്ഷണത്തിനായി അദ്ദേഹം ആവശ്യാനുസരണം വിവിധങ്ങളായിട്ടുള്ള അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത്തരം അവതാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവതാരം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു രൂപമാണ് തരുണ ഗണപതി എന്ന് പറയുന്നത്. രോഗശാന്തിക്കായാണ് തരുണ ഗണപതിയെ നമ്മൾ ആരാധിക്കുന്നത്. നമ്മുടെ ശാരീരിക സൗഖ്യത്തിനും മാനസികമായ രോഗശാന്തിക്കും തരുണ ഗണപതിയെ ആരാധിക്കുന്നത് വളരെ നല്ലതാണ് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം, അതായത് ഇനി വരുന്ന ഒരു പുതുവർഷത്തിൽ ഏവർക്കും തരുണ ഗണപതി ഭഗവാനെ ഭജിക്കുവാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നേടാനും ആവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അതോടൊപ്പം വീണ്ടും പറയുക, ഭഗവാന്റെ രൂപം കണി കണ്ടുണരുന്നത് അത്രത്തോളം നല്ലൊരു പോസിറ്റിവിറ്റിയാണ് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു പുതുവർഷത്തിൽ നിങ്ങൾക്ക് ഭഗവാനെ കണി കണ്ടുണരുവാനും ഭഗവാന്റെ അനുഗ്രഹങ്ങളൊക്കെ പാത്രീഭൂതരാകുവാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹരി ഓം.